ഇറ്റലിക്കും ഏകദേശം ഇതാണ്. അവരുടെ സ്ട്രെങ്ത് മറ്റൊന്നാണ്, അവരുടെ ഡിഫെൻസീവ് ഫുട്ബോളാണ്. അവരതും നഷ്ടപ്പെടുത്തി. ഇറ്റലിയുടെ അലക്സാൻഡ്രോ ആൾട്ടോബെല്ലി എന്ന് ഓൾട്ടോബെല്ലി ഇറ്റലിയുടെ ഗോളടി യന്ത്രം എന്നും പറഞ്ഞിട്ടാണ്. അതെ 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 അതെ. അന്ന് അയാൾ ഗോൾഡൻ ബൂട്ടിന് അടുത്ത് വരെ എത്തിയതൊക്കെയാണ്. നല്ല കളിക്കാരനായിരുന്നു. നല്ല കളിക്കാരനായിരുന്നു. വളരെ എന്താ പറയുക, സ്റ്റാമിനയും പവർ കണ്ടാൽ തന്നെ നമുക്ക്. അതെ അതെ. അങ്ങനെ നല്ല കളിക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഒന്നാന്തരം ഡിഫൻഡേഴ്സും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2006 എതിരാളിയുടെ ഒരു ഗോൾ പോലും, തങ്ങളുടെ ഒരു ഫീൽഡ് ഗോൾ പോലും ഇറ്റലിയുടെ ഗോൾ പോസ്റ്റിലെത്തിയില്ല. ഒരൊറ്റ ഗോൾ സിനദിൻ സിദാൻ വരെ പരാജയപ്പെട്ടു. 92-ലാണ് ആ ഫൈനൽ വരെ അവരെത്തിയത് ഒരൊറ്റ ഗോളും വഴങ്ങാതെയാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ഇറ്റലിക്ക് ആ ഒരു കഴിവ്, അതായത് അവരുടെ ആ ശൈലിക്ക് കാറ്റനാച്ചിയോ എന്നാണ് പറയുക. കാറ്റനാച്ചിയോ ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മലയാളത്തിലർത്ഥം വാതിൽ പൂട്ട് എന്നാണ്. ഡോർ ബോൾട്ട്. പോസ്റ്റ് ബോൾട്ട് ഇട്ടങ്ങ് പൂട്ടും. ഒരു പോസ്റ്റ് മുമ്പിൽ ഷട്ടർ ഇട്ടങ്ങ് പൂട്ടിന്ന് വിചാരിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെയാണ് അവരുടെ ഡിഫൻസ് എന്നാണ് പറയുന്നത്. അത് സത്യമാണ്. വെറുതെ വിചാരിക്കുകയാണ് എതിരാളികൾക്ക് ഏത് എന്താ പറയുക ഫോർവേഡ്സിനും വന്നിട്ട് ഗോളടിക്കുകയെന്ന്. ഇറ്റലിയുടെ പോസ്റ്റിന് മുമ്പിൽ ഒരു രക്ഷയില്ല, നിവൃത്തിയില്ല. അത് ഗോൾ കീപ്പറുടെ കഴിവും മാത്രമൊന്നുമല്ല. എതിരാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരന് പന്ത് കിട്ടിയാൽ 4 കളിക്കാർ വന്ന് 4 ഭാഗത്തു നിന്ന് ആ പന്ത് അടിച്ചുകൊണ്ട് പോകും. ആ 4, അപ്പോൾ എവിടെ നിന്നാണ് ഈ 4 കളിക്കാർ? 44 കളിക്കാരില്ലല്ലോ. ആ 4 കളിക്കാരുടെ അടുത്ത് നിന്ന് ഈ രക്ഷപ്പെടാൻ വേണ്ടി ഈ പന്ത് എങ്ങനെയെങ്കിലും മറ്റൊരാൾക്ക് പാസ് കൊടുത്താൽ വേറെ 4 കളിക്കാർ അവിടെ എത്തും. ഈ 4 കളിക്കാർ അടുത്ത ആളുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും. ഇവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത്. പക്ഷേ എപ്പോഴും എതിരാളിയുടെ മുമ്പിൽ 4 കളിക്കാരായി പ്രതിഷ്ഠിക്കാൻ ഇറ്റലിക്ക്, അത് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും വശങ്ങളിൽ നിന്നും, അത് ഇറ്റലിക്ക് മാത്രം പറ്റുന്ന, അതെ, അതിൻ്റെയൊക്കെ എക്സ്പേർട്സാണ് അവർ. ആ കഴിവാണ് അവർ നിലനിർത്തേണ്ടിയിരുന്നത്. ആ കഴിവ് നിലനിർത്തുന്നതിന് പകരം അവരും ഈ പറഞ്ഞ പോലെ തെറ്റായ ശൈലിയുടെ പിന്നാലെ പോയി. ഇതൊരു പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഡച്ച് ഫുട്ബോളിനെ കുറിച്ച് ചോദിച്ചില്ലേ, അവർക്കും ഇതേ ദോഷം തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന് മറ്റൊരു ദോഷം കൂടി അവർക്ക് സംഭവിച്ചു. അതായത് ഈ ഇംഗ്ലണ്ടിലെയും അതുപോലെ ജർമ്മനിയിലേക്ക് പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ അവർക്ക് ടാലൻറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ വില കൊടുത്തിട്ട് ഡച്ച് ക്ലബ്ബുകളിലെ കൊച്ചുകുട്ടികളെ റാഞ്ചിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അവരെയൊക്കെ സൈഡ് ബെഞ്ചിൽ ഇരുത്തി ഒതുക്കുകയും ചെയ്തു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവർക്ക് നന്നാവാനും പറ്റിയില്ല. ആയിരക്കണക്കിന് കുട്ടികളെ കൊണ്ടുപോകും. ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചത് അവർക്കാണ് സംഭവിച്ചത്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അവർക്ക് പണമില്ലായ്മ അവിടെ വലിയൊരു പ്രശ്നമാണ്. ഈ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ കളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് കുട്ടികൾ അങ്ങോട്ട് പോകും. അപ്പോൾ ആ ഒരു ഗ്രൂമിങ് അപ്പ് ഇതൊന്നും ഉണ്ടാവുന്നില്ല. പിന്നീട് അവർ എവിടെയാണ് പോയതെന്ന് അറിയാതെ അവർ കുറേ പണമൊക്കെ ഉണ്ടാക്കും, ഇല്ലയെന്ന് പറയുന്നില്ല. അവർ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അവർ ഫുട്ബോൾ കളിക്കാരല്ലാതെ മാറി. അങ്ങനെ ആയിരുന്നില്ല പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രധാനപ്പെട്ട കളിക്കാർ യൂറോപ്പിലെ മറ്റ് ക്ലബ്ബുകൾ കളിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവർ വളരെ പ്രശസ്തരായ ശേഷമാണ് അവിടെ പോകാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഹോളണ്ടിന് വേണ്ടിയിട്ട് അവർക്ക് സ്വയം അറിയാം തങ്ങൾ വലിയ കളിക്കാരാണെന്ന്. അവർക്ക് തിരിച്ചു വന്നിട്ട് വേൾഡ് കപ്പിൽ കളിക്കാനും പറ്റും. ഇപ്പോൾ അത് പറ്റുന്നില്ല. അവരാരും അല്ലാതെയായിപ്പോയി. അവർ ഫുട്ബോളേ മറന്നു പോകുന്നു. ഇങ്ങനൊരവസ്ഥ ഡച്ച് ക്ലബ്ബുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഡച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ലീഗ് എന്ന് പറയുന്നത് എർഡിവിസി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് തുല്യമായ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ഡച്ച് ഫുട്ബോൾ, എർഡിവിസി എന്നാണ് പറയുന്നത്. ആ എർഡിവിസിയിൽ, അതായത് ഫസ്റ്റ് ഡിവിഷൻ എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിവിഷൻ എന്നാണ് അർത്ഥം. അവിടെ കളിക്കുന്ന ഏറ്റവും നല്ല ക്ലബ്ബുകൾ, അയാക്സ് അല്ലെങ്കിൽ PSV ഐൻഡോവൻ, 20 അങ്ങനത്തെ പ്രധാനപ്പെട്ട ഇതൊക്കെ ഉണ്ടല്ലോ. ആ ക്ലബ്ബുകളുടെ ജൂനിയർ ടീമുകൾ ഇന്ന് ദരിദ്രമാണ്. ആ ജൂനിയർ ടീമിൽ നിന്ന് കിട്ടിയിട്ട് വേണം പ്രധാനപ്പെട്ട സീനിയർ ടീമിന് കിട്ടാൻ വേണ്ടിയിട്ട്. ദരിദ്രമായ ടീമാണ്. അതായത് പഴയ യുഹാൻ ക്രൈഫ്, അതായത് പുതിയ ടാലൻസിനെ അവർക്ക് വരുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഉണ്ടാവുന്ന കളിക്കാർ, കൊച്ചുകുട്ടികൾ കെട്ടുപോകുന്നു, വിളക്ക് കെട്ടുപോകുന്നു, അവരുടെ ടാലൻറ്റ് കെട്ടുപോകും. ഏതാണ്ട് സമാനമായ ഒരു അവസ്ഥയാണ്. അതെ, നമ്മളെ അവസ്ഥ വിദേശത്തേക്ക് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ഇട്ടിട്ട് നശിപ്പിക്കുകയാണ്. മറ്റൊരു വിദേശത്തേക്ക് കൊണ്ടുപോയി സൈഡ് ബെഞ്ചിലിരുത്തി ഇല്ലാതാക്കുന്നു. ഇതൊരു പ്രശ്നം. മറ്റൊരു പ്രശ്നം, അവരും ഒരു സ്വന്തം ശൈലി ഉണ്ടാക്കിയിരുന്നു പണ്ട് കാലത്ത്. അത് യുഹാൻ ക്രൈഫിൻ്റെ കാലത്ത്. അതിന് ടോട്ടൽ ഫുട്ബോൾ എന്നാണ് പറയുന്നത്. ഈ ടോട്ടൽ ഫുട്ബോൾ എന്ന ശൈലി പിന്നീട് ലോകത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒഴുകി പരക്കുന്നൊരു ശൈലിയാണിത്. വളരെ ഇഫക്റ്റീവ്. അല്ല, ഇത് ഡച്ച് ഫുട്ബോളിൽ തന്നെ ഉണ്ടായതാണിത്. ഡച്ച് ഫുട്ബോളിൻ്റെ മേലാളന്മാർ തന്നെ ആലോചിച്ചുണ്ടാക്കിയ ഒരു ശൈലിയാണ്. അന്ന് അയാക്സ് ക്ലബ്ബാണ് ആദ്യം ഈ ശൈലി പരീക്ഷിച്ചത്. 3 തവണ അടുപ്പിച്ച് അവർ യൂറോപ്യൻ ചാമ്പ്യന്മാരായി. അവിടെ നിന്നാണ് യുഹാൻ ക്രൈഫൊക്കെ വരുന്നത്. ആ കൊല്ലം ബെക്കൻബൗവറിൻ്റെ ടീമുമായിട്ട് നേരിടുന്നത്
ഈ യോഹാൻ ക്രൈഫൊക്കെയാണ്. യോഹാൻ ക്രൈഫ്, യോഹാൻ ഈസ്കൻസർ, ഒരുപാട് പേരുണ്ട്. എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പിന്നീട് ലോകത്തിലെ പല ടീമുകളും ഈ ശൈലി കുറേശ്ശൊക്കെ അഡോപ്റ്റ് ചെയ്ത സമയത്ത് അവർ അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ആഡ് ചെയ്തു, അത്ലറ്റിസിസം. വെറുതെ കളിക്കുക മാത്രമല്ല, അങ്ങേയറ്റം മസ്കുലർ പവർ കൂടി നിങ്ങൾക്ക് വേണം. ഇപ്പം ജർമ്മനി ആയാലും ഈവൻ ഫ്രാൻസ് ആയാലും അവരുടെയൊക്കെ കളിക്കാരുടെ കരുത്ത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒഴുകിപ്പരക്കലിൻ്റെ കൂടെ ശക്തി കൂടിയായ ഒന്നുകൂടി അതിന് മൂർച്ച കിട്ടി. ഇത് ചെയ്യാതെ പഴയ ശുദ്ധ അവരുടെ സ്വന്തം ശൈലിയായ ടോട്ടൽ ഫുട്ബോൾ മറ്റെല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അത് സ്വീകരിച്ച സമയത്ത് അവർ ഒന്നുകൂടി പരിഷ്കരിക്കുകയായിരുന്നു. നമ്മുടെ ഡച്ച് ക്ലബ്ബുകളുടെ അവരുടെ കോച്ചുമാർ അത് ചെയ്യാതെ ആ പഴയ സൈദ്ധാന്തിക ശാഠ്യത്തിൽ ഡോഗ്മയിൽ തന്നെ നിലനിന്ന് പണ്ടത്തെ എന്താ പറയുക ടോട്ടൽ ഫുട്ബോൾ ശൈലി മാത്രം നിലനിർത്തി. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഡച്ച് ടീം എതിരാളികളോട് കളിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ സ്റ്റാമിനയിൽ നേരിടാൻ പറ്റുന്നില്ല. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവർക്കാണ്. വേണ്ടത്ര വേഗതയില്ല, അതായത് കാലത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയില്ല. അതെ, അത് വല്ലാതെ സൈദ്ധാന്തിക ശാഠ്യം നിലനിർത്തി. ഇപ്പോഴത്തെ കൂമാൻ എന്ന അവരുടെ കോച്ചായാലും അതിനു മുമ്പുള്ള ഹിഡിങ്ക് ആയാലും ആരായാലും ആ ഒരു പഴയ ശൈലി നിലനിർത്തുക എന്നതാണ് അവർ ചെയ്തത്. കാരണം ആ ഒരു ഗ്ലോറിയുടെ മുകളിൽ അവരിങ്ങനെ വിരാജിച്ചു നിന്നു. പക്ഷെ അത് പോരായിരുന്നു. ഇതെല്ലാം കൂടി വന്ന സമയത്ത് ഒന്ന് സാമ്പത്തിക പ്രശ്നം കാരണമുള്ള ബ്രെയിൻ ഡ്രെയിൻ, രണ്ട് ഇതൊക്കെ കൂടി സംഭവിച്ചപ്പോൾ അവർക്ക് ആ ഒരു ശോഭ ഒന്ന് കെട്ടുപോയി.